ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റൂമിലേക്ക് കയറാതെ പുറത്തേക്ക് പോയതിനു ശേഷം ജംഗ്ഷൻ യുൻസുവിനെ വിളിക്കും. എന്നിട്ട് ഫുഡ് അവൾക്ക് കൊടുക്കും. അകത്തേക്ക് വന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം എന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും എനിക്ക് അത്യാവശ്യമുണ്ട് പോയിട്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അമ്മയെ സഹോദരിക്കായിട്ട് കൊണ്ടുപോയി ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അച്ഛൻ അതിന് സമ്മതിക്കുന്നില്ല. ജംഗുവും അനിയത്തിയും കൂടി അച്ഛനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് യുൻസു ജംഗ്ഷൻ കൊടുത്ത ഫുഡുമായിട്ട് അവിടേക്ക് വരുന്നത്. ജംഗു അന്നേരം പോകാനായിട്ട് തുടങ്ങും. ഞങ്ങളുടെ കൂടെ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് അനിയത്തി അവനെ നിർബന്ധിക്കും. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നാണ് ജംഗ്ഷൻ പ്രിപ്പയർ ചെയ്ത ഫുഡ് കഴിക്കുന്നത്. യുൻസുവിന്റെ അമ്മയെ കാണാൻ പോകാനായിട്ട് വെയിറ്റ് ചെയ്യാൻ ജൂഹ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ താമസിച്ച് വരുന്നതിന് ഹ്യുങ് അവനോട് ദേഷ്യപ്പെടും. അവന്റെ കയ്യിൽ ബൊക്കയൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് എന്റെ സിഗ്നൽസ് ഒക്കെ ഇഗ്നോർ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ നേരത്തെ പറഞ്ഞു വിട്ട് എനിക്ക് ഡേറ്റ് ചെയ്യാൻ താല്പര്യമില്ല, പ്രത്യേകിച്ച് ഇയാളെ എന്നാണ് പറയുന്നത്. അവൻ ബൊക്ക അവളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ യുൻസുവിന്റെ അമ്മയ്ക്ക് കൊടുക്കാനാണെന്ന് അവൾ വിചാരിക്കും. പക്ഷെ അവൾ വാങ്ങിച്ചു കഴിയുമ്പോഴത്തേനും അത് അവൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണെന്ന് ജൂഹ പറയും. അത് കേൾക്കുമ്പോൾ ഹ്യുങ്ങിന് സന്തോഷവും. ഞാൻ ആദ്യമായിട്ടാണ് ഗ്ലാസസ് ഒക്കെ വെച്ചിട്ട് എന്റെ ടൈപ്പ് അല്ലാത്ത ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇത്രയും എഫേർട്ടൊക്കെ ഇടുന്നതെന്ന് ജൂഹ പറയുമ്പോൾ ആദ്യമായിട്ടാണ് ഒരാളും എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്, ഞാൻ അത് കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പോവുകയാണെന്ന് ഹ്യുങ് സത്യസന്ധമായിട്ട് അവനോട് പറയും. അത് ജൂഹയ്ക്ക് ഇഷ്ടപ്പെടും. ഹിൻസുവിന്റെ അമ്മയുടെ സഹോദരി വിചാരിച്ചാലും കൂടുതൽ നേരം നീണ്ടുപോകും. ജംഗു ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. സമയം നീണ്ടുപോവുകയാണെന്ന് അവന് മനസ്സിലാവും. അങ്ങനെ ഹോസ്പിറ്റൽ ലോബിയിലേക്ക് അവൻ വരും. അവനെ വന്ന് അവിടുത്തെ മെയിൻ ആൾ മീറ്റ് ചെയ്യും. സർജറി സക്സസ്ഫുൾ ആയിരുന്നു, പേടിക്കാനൊന്നും ഇല്ലാന്ന് ജംഗുവിനെയാണ് ആദ്യമേ അയാൾ അറിയിക്കുന്നത്. അമ്മയെ റൂമിലേക്ക് മാറ്റി കഴിയുമ്പോൾ ജംഗ്ഷൻ കാണാനായിട്ട് വരും. ഫുഡ് കൊണ്ടാണ് വരുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ അവനായിരിക്കും അവിടേക്ക് ഫുഡ് കൊണ്ടുവരുന്നതെന്ന് അവൻ അച്ഛനോട് പറയും. മെയിൻ ഡോക്ടർ റൗണ്ട്സിന് വരും. അമ്മയെ ചെക്ക് ചെയ്തതിനു ശേഷം പോകാൻ നേരം ജംഗു ഒരുപാട് പ്രാവശ്യം വിളിച്ച് അന്വേഷിച്ചെന്നും സർജറി കഴിഞ്ഞ ഉടനെ തന്നെ അതുകൊണ്ട് അവനോട് കാര്യങ്ങൾ പറഞ്ഞു എന്നും മെയിൻ ഡോക്ടർ യുൻസുവിന്റെ അടുത്ത് പറയും. ആളുകൾ കാണുകയാണെങ്കിൽ തെറ്റിദ്ധരിക്കും. മോനാണെന്നോ മരുമോനാണെന്നോ ഒക്കെ അവർ വിചാരിക്കാവുന്നതേ ഉള്ളൂ, അത്രയ്ക്കും കൺസേൺ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത്. ജംഗുവിനായിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങി യുൻസു അവനെ കാണാനായിട്ട് വരും. ചെയ്തു തന്ന സഹായങ്ങൾക്കൊക്കെ നന്ദിയുണ്ട്, അമ്മയെ വേറെ റൂമിലേക്ക് മാറ്റുകയാണെന്ന് അവൾ ജംഗുവിനെ അറിയിക്കും. ഞാൻ എപ്പോഴും നന്ദി മാത്രമാണ് പറയുന്നത് അല്ലെങ്കിൽ സോറി മാത്രമാണ് പറയുന്നതെന്ന് പരാതി ഉണ്ടല്ലോ, അങ്ങനെ വിചാരിക്കണ്ട. എപ്പോഴും എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. പിന്നെ നമുക്കിടയിൽ ഇപ്പോഴും വിശ്വാസം ബാക്കിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവൾ പറയുമ്പോൾ ഇയാൾ പക്ഷെ അത് ലൈറ്റായിട്ട് എടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് ജംഗു പറയും. ഞാനതൊരിക്കലും ലൈറ്റായിട്ട് എടുത്തിട്ടില്ല, എങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തില്ലായിരുന്നു എന്ന് അവൾ പറയും. ഇയാൾക്ക് എപ്പോഴും എൻ്റെ അടുത്തുനിന്ന് ഹെൽപ്പ് റിസീവ് ചെയ്യുന്നു എന്നൊരു ചിന്തയുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെയല്ല, താനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ജംഗു അവളോട് പറയും. എങ്ങനെയാണെന്ന് അവൾ തിരിച്ച് ചോദിക്കുന്നില്ല. വീണ്ടും ഫുഡുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ജംഗ്ഷൻ വരും. യുൻസു അപ്പോൾ അവിടെ ഇല്ല. അവൻ വെള്ളം എടുക്കാനായിട്ട് പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്നുണ്ടേ. എപ്പോഴും ജംഗ്ഷൻ ഇങ്ങനെ വരുന്നത് എനിക്ക് കംഫർട്ടബിൾ അല്ല, നമ്മളുടെ മരുമോനൊന്നും അല്ലല്ലോ, എപ്പോഴും ഇങ്ങനെ വരരുതെന്ന് അവനോട് പറയണമെന്ന് അമ്മ അച്ഛനോട് പറയുന്നത് അവൻ കേൾക്കും. അതങ്ങനെ അങ്ങനെ കയറി പറയുന്നത് ആ കുട്ടിക്ക് വിഷമാവത്തില്ലെന്ന് അച്ഛൻ തിരിച്ചു ചോദിക്കും. ജംഗ്ഷൻ ഇതൊന്നും കേൾക്കാത്ത കൂട്ടാകത്തേക്ക് വരുമ്പോൾ അച്ഛൻ ഓറഞ്ച് ഒക്കെ ഷെയർ ചെയ്യും. ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ജംഗ്ഷൻ അന്നേരം തന്നെ അവിടുന്ന് പോകും. യുൻസു വീട്ടിലേക്ക് വരുമ്പോൾ ജംഗ്ഷൻ അവളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടാവും. അമ്മ ഡിസ്ചാർജ് ആകുന്നത് വരെ എല്ലാ ദിവസവും വിസിറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് ജംഗ്ഷൻ പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ലാന്ന് യുൻസു പറയും. ജംഗുവാണ് സർജറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതെന്ന് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ്, ഇയാൾ അപ്സെറ്റ് ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത്. ഇപ്പൊ നമ്മൾ തമ്മിൽ കാണുമ്പോൾ വലിയ സംസാരമൊന്നുമില്ല, എങ്ങനെയുണ്ട് സുഖമാണോ എന്നുള്ള രീതിക്കാണ് നമ്മളുടെ സംസാരം മുഴുവൻ. അതെന്നെ നെർവസ് ആക്കുന്നുണ്ട്. ഒരുമിച്ച് താമസിക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇയാൾ എന്നെ റിജക്റ്റ് ചെയ്തു, അതിൽ പിന്നെ ഇയാൾ എന്നെ വേറെ രീതിക്കാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്കിടയിൽ ഒരു മതിലുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് യുൻസു തുറന്നു പറയും. ക്യുങ് ഗുഡ് സൂപ്പിലെ ഇന്റർവ്യൂവിന് പോകാറുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഹോങ് അവളുടെ കൂടെ ചെല്ലും. അവൾക്കും ഒരു ഷെഫിനെ ഇന്റർവ്യൂ ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷെ അവൾ വൂജുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. അവന് നേരം സൂചകന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എനിക്കും ക്യുങ്ങിനും വേണ്ടിയിട്ട് ഒരു ടേബിൾ അറേഞ്ച് ചെയ്യാനായിട്ട് അവൾ ചെന്ന് സൂചകന്റെ അടുത്ത് പറയും. ഇത് വൂജുവിന് ഇഷ്ടപ്പെടുന്നില്ല. വൈകിട്ട് നേരത്തെ പോകരുത്, ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് അവൻ സൂചകന്റെ അടുത്ത് ഹോങ്ങയുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ പറയും. ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വന്നതാണെന്ന് പറയുമ്പോൾ വൂജു സമ്മതിക്കും. അവളാണെങ്കിൽ വീട്ടിൽ ഇപ്പോഴും ദേഷ്യമാണോ, ആരും വിളിക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ വീണ്ടും എന്റെ കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്തു തുടങ്ങിയെന്ന് പൂജുൻ പറയും. ഇയാളെ സൂചകനെ ഡേറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. പറഞ്ഞത് ശരിയാണ്, എനിക്ക് അസൂയ തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് വന്നത് എന്ന് വെച്ചിട്ട് നമ്മൾ ഡേറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല എന്നുള്ള രീതിക്ക് ഹോങ്ങ സംസാരിക്കുമ്പോൾ അതിന് ഇയാളോട് എന്നെ ഡേറ്റ് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ എന്നാണ് പൂജുൻ തിരിച്ചു ചോദിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ കഴിയും. യുൻസുവിന്റെ അമ്മയെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസവും അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ജംഗ്ഷനും അവിടെ എത്തിയിട്ടുണ്ട്. ജംഗ്ഷൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് അമ്മ പതുക്കെ യുൻസുവിന്റെ അടുത്ത് പറയും.
അച്ഛനും ഇതുപോലെ കൈൻഡും ഹെൽപ്ഫുള്ളും ആയിരുന്നു. അതുകൊണ്ടാണല്ലോ അമ്മ ഡേറ്റ് ചെയ്തിട്ട് അച്ഛനെ തന്നെ കല്യാണം കഴിച്ചതെന്ന് യുൻസു അമ്മയെ ഓർമ്മിപ്പിക്കും. ചീഫ് പ്രൊഡ്യൂസർ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് യുൻസുനെ വിളിക്കും. ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ അവളുടെ ഡ്രാമ അക്സെപ്റ്റ് ചെയ്തു. ഉടനെ തന്നെ അത് ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് അവര് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് അയാൾ അറിയിക്കും. അത് കേൾക്കുമ്പോൾ യുൻസുവിന് സന്തോഷമാവും. ജംഗുവാണ് ഇയാൾക്ക് വേണ്ടിയിട്ട് വാദിച്ചത്, വെറുതെ അല്ല നിങ്ങൾ തമ്മിൽ ഡേറ്റ് ചെയ്യാണെന്ന് ഇവിടെയൊക്കെ ഒരു റൂമർ ഉള്ളതെന്ന് പ്രൊഡ്യൂസർ അവളുടെ അടുത്ത് പറയും. ആ സന്തോഷ വാർത്ത ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യുൻസു ജംഗ്ഷനെ വിളിക്കും. എന്നാൽ അവളുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ നേരത്ത് അവന്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ പോകും. ആ സമയത്താണെങ്കിൽ ഇത് പറയുന്നത്, അതുകൊണ്ട് അവനത് കേൾക്കത്തില്ല. വീണ്ടും ഫോൺ എടുത്തിട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കും. രണ്ടാമത്തെ തവണ പറയുമ്പോൾ ആദ്യത്തെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും യുൻസുവിന്റെ സംസാരത്തിലില്ല. ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി വിളിച്ചിട്ട് അത് പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ജംഗ്ഷൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഒരു ദേഷ്യം അവക്കുണ്ട്. പക്ഷെ ജംഗ്ഷൻ ഇതൊന്നും തിരിച്ചറിയുന്നില്ല. അവൻ അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യും. ആ ഒരു സന്തോഷം നമ്മള് ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ട് ജൂഹ അവരെല്ലാം കൂടി വിളിച്ചിട്ട് ഒന്നിച്ച് കഴിക്കാനൊക്കെ ആയിട്ട് പോകും. ഡ്രസ് റൂമിലേക്ക് പോയിട്ട് ബാഗ് എടുക്കാനായിട്ട് യുൻസു വരുന്നുണ്ടെയാണ് പോകാൻ വേണ്ടിയിട്ട് ജംഗു ഇറങ്ങുന്നത്. അവളെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഇയാൾക്ക് എന്തോ വിഷമം ഉള്ളതുപോലെ തോന്നല്ലോ എന്ന് അവൻ പറയും. എന്നിട്ട് തിരിഞ്ഞു നോക്കും. അവളൊന്നും മിണ്ടാതെ അവനെ നോക്കും. ഇയാളുടെ മുഖം കാണുമ്പോൾ തന്നെ സന്തോഷമാണോ സങ്കടമാണോ എന്താണ് ഇയാളുടെ മനസ്സിലെന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് അവൻ കൂളായിട്ട് നടന്നു പോകും. ജംഗ്ഷൻ ആണെങ്കിൽ അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലുമില്ല. ഒന്നും പറയാതെ തന്നെ ജംഗുവിന് അവളെ മനസ്സിലാകുന്നുണ്ട്. ഒന്നും മിണ്ടാതെ അവൻ നടന്നു പോകുന്നത് യുൻസു നോക്കിക്കൊണ്ട് നിൽക്കും. തിരിച്ചവർ വീട്ടിലേക്ക് വരുമ്പോൾ ജംഗ്ഷൻ അവരെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോഴേ വരുന്നില്ല, എനിക്ക് കൺവീനിയൻസ് സ്റ്റോർ വരെ പോകണമെന്ന് പറഞ്ഞിട്ട് ക്യും അവിടുന്ന് മാറിക്കളയും. വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും അവളെ വീണ്ടും ജംഗ്ഷൻ കൺഗ്രാജുലേറ്റ് ചെയ്യും. അവളാണെങ്കിൽ സാധാരണ പോലെയാണ് പെരുമാറുന്നത്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ സോറി പറയാനെങ്കിലും ഇയാൾ എന്റെ പുറകെ വരുമായിരുന്നല്ലോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഗ്രഹിക്കാറുണ്ടെന്ന് അവൾ പറയും. എന്താണ് പ്രശ്നം എന്ന് അവന് മനസ്സിലാകുന്നില്ല. എന്താണ് പ്രശ്നം എന്ന് തുറന്ന് സംസാരിക്കാനായിട്ട് ജംഗ്ഷൻ പറയുന്നുണ്ടേ, നമ്മൾ തമ്മിലുള്ള റിലേഷനിലായിട്ടും എനിക്കെപ്പോഴും ലോൺലിനെസ് ഫീൽ ചെയ്യുകയാണ്. നമ്മൾ കാണുമ്പോൾ സുഖമാണോ എന്ന് മാത്രമാണ് ഇപ്പോൾ അന്വേഷിക്കാറുള്ളത്. പരസ്പരം വളരെ കെയർഫുൾ ആയിട്ട് എല്ലാം ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ആണോ ഒരു റിലേഷൻഷിപ്പിൽ ആളുകൾ പെരുമാറേണ്ടതെന്നൊക്കെ അവൾ ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ ജംഗുവിൻ്റെ അടുത്തുനിന്ന് അമ്മ പൈസ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം യുൻസു ആണെങ്കിൽ അത്ര ഈസി ആയിട്ട് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുമോ എന്ന് ജംഗ്ഷൻ ചോദിക്കും. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പല കാര്യങ്ങളും ഒളിച്ചു വെച്ചിട്ടാണ് നമ്മൾ പരസ്പരം സംസാരിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടതെന്ന് പറയുമ്പോഴത്തേനും എന്നെ കൊണ്ട് പറ്റുന്ന കൂട്ട് മാക്സിമം ഇയാളുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാനായിട്ട് നോക്കുന്നുണ്ടെന്ന് അവൻ പറയും. അത് കേൾക്കുമ്പോൾ യുൻസുവിന് ദേഷ്യം വരും. അത് തന്നെയാണ് പറഞ്ഞത്, എല്ലാം ഇയാൾ ട്രൈ ചെയ്യുകയാണ്. എൻ്റെ ബോയ് ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം ഇയാളുടെ ഡ്യൂട്ടി എന്ന നിലയിൽ ഓരോന്ന് ചെയ്തു തീർക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ എന്നോട് സ്നേഹം ഉണ്ടായിട്ടല്ല എന്ന് പറഞ്ഞിട്ട് അവൾ കരയും. രാത്രിയിൽ കൺവീനിയൻസ് സ്റ്റോറിൽ ഒറ്റയ്ക്ക് പോയിരിക്കുമ്പോഴത്തേക്കിനും ബോർ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യും ജൂഹയെ വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ജംഗ്ഷൻ അവിടേക്ക് വന്നിട്ടുണ്ട്, അവർക്ക് പ്രൈവസി കൊടുക്കാൻ വേണ്ടിയിട്ട് മാറിയതാണെന്ന് ക്യും പറയും. വിളിച്ചപ്പോൾ തന്നെ ജൂഹ വന്നല്ലോ എന്നുള്ള സന്തോഷം ക്യുങ്ങിനുണ്ട്. വിഷമിച്ചിരിക്കുന്ന യുൻസുവിനാണ് തിരിച്ചു വരുന്ന ക്യും കാണുന്നത്. യുൻസുവിന്റെ റിലേഷൻഷിപ്പ് കാണുമ്പോൾ ഡേറ്റ് ചെയ്യുന്നത് എത്ര എക്സോസ്റ്റിംഗ് ആണെന്ന് പല പ്രാവശ്യം ക്യുങ്ങിന് തോന്നിയിട്ടുണ്ട്. യുൻസു അമ്മയും അച്ഛനെയും കാണാനായിട്ട് വീട്ടിലേക്ക് വരും. നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് തന്ന ആളുകളെ എല്ലാം നമ്മൾ വിളിച്ച് നന്ദി പറയണം, അവരെയൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അമ്മ ആദ്യം വിളിക്കുന്നത് ജംഗുവിനെയാണ്. യുൻസുവിന്റെ ഡ്രാമ ടെലികാസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് അറിഞ്ഞ് അതിനെപ്പറ്റി പരാതിപ്പെടാൻ ഹോങ്ങ ജംഗുവിന്റെ അടുത്തേക്ക് വരും. അവളുടെ ഡ്രാമയും സെലക്ട് ആയിട്ടുണ്ടെന്ന് ജംഗു അവളുടെ അടുത്ത് പറയും. എന്തുകൊണ്ടാണ് നേരത്തെ പറയാതിരുന്നതെന്നാണ് ഉടനെ അവള് തിരിച്ചു ചോദിക്കുന്നത്. അന്നേരമാണ് ജംഗുവിന് യുൻസുവിന്റെ അമ്മയുടെ കോള് വരുന്നത്. ഒരു ഡിന്നറിന് വരാനായിട്ട് സമയം ഉണ്ടാവുമോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ എപ്പോഴാണ് വരേണ്ടത് എവിടെയാണെന്ന് അവൻ ചോദിക്കും. ഫോൺ വെക്കുമ്പോൾ തന്നെ അത് ആരായിരുന്നു എന്ന് ഹോങ്ങ ചോദിക്കും. ജംഗു ഒന്നും പറയത്തില്ല. യുൻസുവിന്റെ പാരന്റ്സ് ആയിരുന്നല്ലേ, താങ്ക്സ് പറയാൻ വിളിച്ചതല്ലേ എന്ന് അവള് ചോദിക്കും. അതിന് ജംഗു മറുപടി പറയത്തില്ല. ജംഗുവിനെ നേരിട്ട് കണ്ട് നന്ദി പറയണം, അതുകൊണ്ട് ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്, നീ വരാതിരുന്നാൽ പറ്റത്തില്ല, നീ കൂടി വരണമെന്ന് അമ്മ യുൻസുവിന്റെ അടുത്ത് പറയും. അവക്ക് അതിന് താല്പര്യമില്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. ജംഗ്ഷൻ സംശയിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ, നീ പേടിക്കണ്ട, ജംഗ്ഷനെയും ഞങ്ങള് വിളിക്കാമെന്ന് അമ്മ അവൾക്ക് ഉറപ്പ് കൊടുക്കും. ജംഗ്ഷനെ യുൻസുവിനെ വിളിക്കണം എന്നുണ്ട്, പക്ഷെ അവൾ പറഞ്ഞതൊക്കെ ആലോചിച്ചിട്ട് വിളിക്കത്തില്ല. വഴക്കുണ്ടായിട്ട് ഇരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് വിളിച്ച് പരിഹരിക്കുന്നതാണ് നല്ലതെന്ന് വൂജൂൺ അവർ പറഞ്ഞു കൊടുക്കും. എൻ്റെ ഫാമിലി പ്രശ്നങ്ങളെ പറ്റി വൂജൂണിന്റെ അടുത്ത് സംസാരിക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ യുൻസുവിന്റെ അടുത്ത് അങ്ങനെ പറയാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് ജംഗ്ഷൻ പറയുന്നുണ്ട്. യുൻസുവിനെ നിനക്ക് ഇഷ്ടമായതുകൊണ്ടാണ്, ഇഷ്ടമുള്ള ആളുകളുടെ ഫ്രണ്ടിൽ ഏറ്റവും നന്നായിട്ട് നമ്മളെ പ്രസന്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കാറ്, അതുകൊണ്ടാണ് അങ്ങനെയെന്ന് വൂജൂൺ പറയും. അന്നേരം ഹോങ്ങ അങ്ങോട്ടേക്ക് വരും. അവൾ വരുമെന്നറിഞ്ഞ് വൂജൂൺ വെയിറ്റ് ചെയ്തതാണെന്ന് ഉള്ള രീതിക്ക് അവൾ സംസാരിക്കും. ജംഗ്ഷൻ പതുക്കെ അവിടുന്ന് രക്ഷപ്പെടും. വൂജൂൺ പോകാനായിട്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്കിനും
ഹോങ്ങ പുറകിൽ നിന്ന് ഹഗ് ചെയ്തിട്ട് ഇനിയെങ്കിലും ഈ വാശി കളയാനായിട്ട് പറയും. എനിക്ക് നേരത്തെ ഇയാളെ ഇഷ്ടമായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ ഇയാളെ പോലെ പെരുമാറി തുടങ്ങിയെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഊജൂൺ അവിടുന്ന് പോകും. അച്ഛൻ പിന്നെയും ജംഗ്ഷനെ കാണാനായിട്ട് വരും. നീ എന്തിനാണ് ആ സ്ഥലം വെച്ചിട്ട് ലോൺ എടുത്തത്? നിനക്ക് എത്രമാത്രം കടമുണ്ട്? എന്നോട് പറ, അത് ഞാൻ വീട്ടിൽ തരാം. നീ അത് വെച്ച് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അവസാനം എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം പൈസയ്ക്ക് വേണ്ടിയിട്ട് നീ എൻ്റെ അടുത്ത് തന്നെയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് അത് ഞാൻ അടച്ചു തീർക്കാമെന്ന് അച്ഛൻ പറയുമ്പോൾ അതോർത്ത് അച്ഛൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു കാരണവശാലും നിങ്ങളുടെ അടുത്ത് പൈസ ചോദിച്ച് ഞാൻ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ ഇൻവോൾവ് ആവണ്ട. ഇത്രയും കാലം എന്റെ ലൈഫിൽ ഇല്ലാതിരുന്ന ആള് ഇപ്പൊ എന്റെ ലൈഫിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് ജംഗ്ഷൻ പറയുമ്പോൾ ഞാൻ അതിലും വലിയ തെറ്റ് എന്താണ് ചെയ്തതെന്നാണ് അച്ഛൻ തിരിച്ചു ചോദിക്കുന്നത്. ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാനായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ എന്ന് അവൻ തിരിച്ചു ചോദിക്കും. നിങ്ങളുടെ മോനെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്, പിന്നെ ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ ഇൻട്രസ്റ്റ് കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഞാൻ ഒരിക്കൽ പോലും നിന്നെ ഉപദ്രവിച്ചിട്ടില്ല, അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് അച്ഛൻ പറയും. എന്നെ ഉപദ്രവിച്ചില്ല, പക്ഷെ നിങ്ങൾ എൻ്റെ അമ്മയുടെ ജീവിതം ഇല്ലാതാക്കിയെന്ന് അവൻ പറയും. ഇത് കേട്ടിട്ട് ദേഷ്യത്തില് അച്ഛൻ അവനെ അടിക്കാൻ പോകും. എന്നാൽ പേടിച്ച് മാറാതെ ജംഗ്ഷൻ അടി കൊള്ളാൻ റെഡി ആയിട്ട് നിൽക്കും. ഇത് കാണുമ്പോൾ ഇയാൾ കൈതാത്തിയിടും. ഞാൻ വളർന്നു വരുമ്പോൾ എൻ്റെ അച്ഛൻ എന്നെ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാവോ? ഞാൻ നിന്നെ സ്നേഹിച്ചു, അതുകൊണ്ടാണ് നിന്നെ അടിക്കാതിരുന്നതെന്ന് അച്ഛൻ പറയുമ്പോൾ അതുകൊണ്ടല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ പോലെ ആകരുതെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് മനഃപൂർവ്വം നിങ്ങൾ മോനായ എന്നെ അടിച്ചില്ല, പക്ഷെ ആ ഫ്രസ്ട്രേഷൻ മുഴുവൻ നിങ്ങളുടെ വൈഫിനോടാണ് തീർത്തത്. എൻ്റെ അമ്മയുടെ ജീവിതം നിങ്ങളെ ഇല്ലാതാക്കുകയാണ് ചെയ്തതെന്ന് അവൻ തിരിച്ചു പറയും. ഇത് കേട്ടിട്ട് ഒന്നും പറയാൻ പറ്റാതെ അച്ഛൻ കണ്ണു നിറഞ്ഞാണ് അവിടെ ഇറങ്ങുന്നത്. യുൻസുവിന്റെ ഫാമിലിയും ജംഗുവായിട്ട് മീറ്റ് ചെയ്യും. അച്ഛനും അമ്മയും വളരെ സ്നേഹത്തോടു കൂടിയാണ് അവനെ ട്രീറ്റ് ചെയ്യുന്നത്. ജംഗുവും യുൻസുവും തമ്മിൽ എന്തോ ഒരു ഓക്വേർഡ്നെസ് ഉണ്ടെന്ന് രണ്ടുപേരും ശ്രദ്ധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യുൻസു പറഞ്ഞ കാര്യങ്ങളൊക്കെ ജംഗ്ഷൻ ആലോചിക്കും. അവൻ എന്നിട്ട് ടേബിളിന്റെ ഡ്രോയറിൽ നിന്ന് ഒരു ബോക്സ് പുറത്തേക്ക് എടുക്കും. അതിനകത്ത് ഒരു റിംഗ് ആണുള്ളത്. എന്തോ ആലോചിച്ച് തീരുമാനിച്ചിട്ട് റെഡി ആയിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങും. യുൻസുവിന്റെ വീട്ടിലേക്കാണ് ജംഗ്ഷൻ വരുന്നത്. അവിടെ ലൈറ്റ് ഒന്നും ഇല്ലാന്ന് കാണുമ്പോൾ അവൻ അവളെ ഫോൺ വിളിച്ചു നോക്കും. യുൻസു കഴിക്കാനിരുന്നപ്പോൾ കോട്ട് ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു. കോട്ടിന്റെ പോക്കറ്റിലാണ് ഫോൺ വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൾ വരുമ്പോൾ അവൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അച്ഛന്റെ ബിസിനസ് ആയിരുന്നെന്നും അച്ഛന്റെ ബിസിനസ് നഷ്ടത്തിലായതുകൊണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ജംഗു യുൻസുവിന്റെ ഫാമിലി എടുത്ത് ഷെയർ ചെയ്യും. അമ്മ അന്നേരം ജംഗുവിന്റെ അടുത്ത് ചോദിക്കും, എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. കമ്പനിയിലുള്ള എല്ലാ റൈറ്റേഴ്സിനെയും ഇതുപോലെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, അതോ യുൻസുവിന്റെ അടുത്ത് മാത്രമായിട്ടാണോ ഈ പ്രത്യേകത കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് യുൻസുവിനെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ യുൻസുവിന്റെ അടുത്ത് പ്രത്യേക താല്പര്യം കാണിക്കുന്നതെന്ന് ജംഗു തുറന്ന് സമ്മതിക്കും. യുൻസു ഞെട്ടലോടെ അവനെ നോക്കും.